മകരവിളക്ക് തൊഴുത് ലക്ഷങ്ങൾ. പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ മകരജ്യോതി തൊഴുത് ഭക്തലക്ഷങ്ങൾ. തിരുവാഭരണം ചാർത്തി ദീപാരാധന നടന്ന ശേഷം 6:46 പൊന്നമ്പലമേട്ടിൽ ആദ്യം മകരജ്യോതി തെളിഞ്ഞത്. രണ്ടു തവണ കൂടി ജ്യോതി തെളിഞ്ഞതോടെ സന്നിധാനം ശരണമന്ത്രങ്ങളാൽ ഭക്തിസാന്ദ്രമായി. അയ്യപ്പന്റെ വിഭൂഷകളുടെ വരവറിയിച്ച് കൃഷ്ണപരുന്ത് ആകാശത്ത് 3 തവണ വലം വെച്ചു. മകരസംക്രമ പൂജ രാത്രി നടക്കും. സന്നിധാനത്ത് നിന്ന് ജി ശ്രീജിത്തും പമ്പയിൽ നിന്ന് ഷാനോസും ചേരുന്നു. ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇനി എന്താണ് സന്നിധാനത്ത് ഇനി നടക്കാനിരിക്കുന്ന ചടങ്ങുകൾ? ധന്യ, ഏതാണ്ട് 8:45 കൂടിയാണ് മകരസംക്രമ പൂജയുള്ളത്. ഈ മകര ജ്യോതി ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളിലൊന്നാണ് മകര സംക്രമ പൂജ. എന്തായാലും 7 മണിയോടുകൂടി ഈ 7:15 കൂടിയാണ് വീണ്ടും 18ാം പടി കയറിയുള്ള ദർശനത്തിന് ഭക്തർക്ക് അവസരം നൽകിയത്. വലിയ തിരക്കാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും എല്ലാം അനുഭവപ്പെടുന്നത്. ഇന്ന് രാത്രി ഏതാണ്ട് 10:50 ഹരിവരാസനം. അതായത് സാധാരണ 11:20 10:50 ഹരിവരാസനം ഉണ്ടാകുക. അതിന് മുന്നോടിയായി തന്നെ ഈ പരമാവധി ഭക്തർക്ക് ദർശനം നൽകുക എന്ന ഒരു രീതിയാണ് ഇവിടെ സ്വീകരിച്ചു വരുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി പാണ്ടിത്താവളത്തിലും മറ്റും കാത്തുനിന്ന ഭക്തർ പമ്പയിൽ നിന്ന് ഇന്ന് രാവിലെ 12 മണി വരെയായിരുന്നു ഭക്തരെ കടത്തിവിട്ടതെങ്കിലും അതിനുശേഷവും ദർശനം കിട്ടാതെ വന്നിരുന്ന ഭക്തർ, അവരുടെ എല്ലാം വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നിലയ്ക്കലും എരുമേലിയിലുമൊക്കെ ഇപ്പോഴും ഭക്തർ വൻതോതിൽ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഇന്ന് രാത്രി പക്ഷേ അത്ര സമയമേ ഉണ്ടാകുകയുള്ളൂ. അതായത് മകരസംക്രമ പൂജ കഴിഞ്ഞാൽ പൂജ ഉണ്ടാകും. അത് കഴിഞ്ഞ് മാളികപ്പുറത്ത് നിന്ന് നായാട്ടുവിളി ഘോഷയാത്ര ഉണ്ടാകും. ഈ ചടങ്ങുകളാണ് ഇനി പ്രധാനമായും ശബരിമലയിൽ നടക്കാനുള്ളത്. ശബരിമലയിലെ യഥാർത്ഥത്തിലുള്ള ഒരു ഉത്സവ ചടങ്ങുകൾക്കാണ് ഇവിടെ ഇപ്പോൾ തുടക്കം ആയിരിക്കുന്നത്. ധന്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 6:30 ദീപാരാധന, 6:46 മകരജ്യോതി ദർശനം. ഭക്തലക്ഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായി പർണശാലകൾ കെട്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. അവർക്ക് ദർശനം ലഭിക്കാവുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ കാത്തിരുന്നു. പൊന്നമ്പലമേട്ടിലേക്കുള്ള കണ്ണുകളുമായി പാണ്ടിത്താവളത്തിലും ഹിൽ ടോപ്പിലും ഒപ്പം തന്നെ പാഞ്ചാലിമേടും പുല്ലുമേടും അങ്ങനെ കഴിയുന്നിടത്തെല്ലാം അവരുടെ ഒരു കാത്തിരിപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാത്തിരിപ്പിന് വിരാമമായിക്കൊണ്ട് ഈ മകരവിളക്ക് കാലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്സവത്തിന് കൂടി അവസാനം ആകുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ മാളികപ്പുറത്തടക്കമുള്ള പൂജകളാണ്, ഗുരുതി അടക്കമുള്ള പൂജകളുണ്ട്, കളഭമുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട പൂജകളുടെ ദിവസങ്ങളാണ് ഇനി ശബരിമലയിൽ ഉള്ളത്. എന്തായാലും നിലവിലിപ്പോൾ അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം നടക്കുകയാണ്. ഈ ദർശനത്തിനായാണ് ഭക്തരുടെ ഈ വലിയൊരു തിരക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ മകരസംക്രമ പൂജയുണ്ടാകും. ധന്യ. നന്ദി ശ്രീജിത്ത്. ഷാനോസ് ചേരുന്നുണ്ട് പമ്പയിൽ നിന്ന്. ഷാനോസ്, സന്നിധാനം മുതൽ പമ്പ വരെ അത്രയധികം തിരക്കാണ്, ഭക്ത ലക്ഷങ്ങളാണ് ഇത്തവണ മകര
സംക്രമ പൂജയ്ക്കായിട്ട് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്, മകരജ്യോതി തൊഴാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് പമ്പയിലൊക്കെ ആളുകളെ നിയന്ത്രിക്കുന്നത്? എത്രയധികം ആളുകളാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്? തന്നെ കഴിഞ്ഞ 1.5 മാസക്കാലത്തിലേറെയായി തുടരുന്ന തീർത്ഥാടക തിരക്ക് ഏറ്റവും അതിന്റെ ഉച്ചസ്ഥായിലെത്തിയൊരു ദിവസമാണ് മകരവിളക്ക് തെളിയുന്ന ദിവസം. അതായത് നവംബർ മാസം 16-ാം തീയതി നമ്മൾ നട തുറക്കുന്ന ദിവസം, അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ശരാശരി 80,000 90,000 തീർത്ഥാടകരാണ് ശരാശരി എത്തിയിരുന്നെങ്കിൽ ഇന്ന് 1 ലക്ഷവും കടന്ന് നമുക്കൊരു പക്ഷേ എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം ശബരിമലയുടെ ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ തടിച്ചുകൂടുന്ന പല സ്ഥലങ്ങളിലായി എവിടെ നിന്നാണ് മകരവിളക്കും മകരജ്യോതിയും ദർശിക്കാനാവുക ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നേരം പുലർച്ചെ മുതൽ തന്നെ ഈ ശബരിമലയുടെ പല കേന്ദ്രങ്ങളുള്ള ഓരോ മലയിലും മലഞ്ചെരുവിലുമൊക്കെ തന്നെ തീർത്ഥാടകർ കയറി പറ്റുന്ന കാഴ്ചയായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്ന ഹിൽ ടോപ്പിലാണ്. ഇവിടെ 10,000-കണക്കിന് തീർത്ഥാടകർ ഒരേ സമയം തമ്പടിച്ചൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മകരവിളക്ക് തെളിയിക്കുന്നത് കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്ഥലത്തിനൊരു പ്രത്യേകത. ഇവിടെ ഒരു 20 മിനിറ്റ് മുമ്പ് ഇവിടെ 10,000-കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലമായിരുന്നു ഇത്. അതായത് കഴിഞ്ഞ ഒരു 1.5 മാസക്കാലമായി ആളുകളുടെ ഒരു കാത്തിരിപ്പാണ്. കഴിഞ്ഞ ഒരു വർഷം ഇവിടെ കടന്നു വന്ന ആളുകൾ, 1 വർഷം മുമ്പ് കടന്നു വന്ന ആളുകൾ അവരൊരു വർഷമായി കാത്തിരിക്കുന്നത് മകരവിളക്ക് ദിവസം വീണ്ടും വരാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തുള്ള തീർത്ഥാടകർ, ആന്ധ്ര, തെലങ്കാന, അതുപോലെ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, അതായത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഏറെയും ഈ സമയത്ത് ശബരിമലയിൽ എത്തുക. ഈ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ട് അയ്യപ്പനെ ദർശിച്ച് മലയിറങ്ങുന്നതിന് തൊട്ടു മുമ്പായി മകരവിളക്ക് തെളിയിക്കുന്നത് കണ്ട് അത്തരമൊരു ദർശന പുണ്യം അവർക്ക് നേടിയതിനു ശേഷം ഇവിടുന്ന് കടന്നു പോകുന്നതാണ് ഓരോ തീർത്ഥാടകന്റെയും ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനത്തെ ഒരു അഭിലാഷം സാധ്യമാക്കിയ ശേഷമാണ് അവർ മല ചവിട്ടി ഇറങ്ങി പമ്പയിൽ നിന്ന് സ്വന്തം ദേശങ്ങളിലേക്ക്, സ്വന്തം വീടുകളിലേക്ക് കടന്നു പോകുന്നത്. എന്തായാലും പമ്പയിൽ വലിയ തിരക്കാണ്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് വലിയ തോതിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തും പമ്പയിലുമൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കായിരുന്നു. ആ തിരക്കിനെ ക്രമീകരിക്കാൻ അങ്ങനെ 12 മണി വരെയായിരുന്നു സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. ആ സമയങ്ങളിലൊക്കെയും ഒരാൾക്ക് പോലും ഒരു അപകടവും പറ്റാത്ത വിധത്തിൽ ഏറ്റവും വളരെ കൃത്യവും ശക്തവുമായ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും NDRFന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. NDRF സംഘം ഇവിടെ 20ഓളം വരുന്ന സംഘമായിരുന്നു ഇവിടെ നമ്മുടെ പമ്പയിലുണ്ടായിരുന്നത്. 60 പേരടങ്ങുന്ന സംഘം സന്നിധാനത്തുണ്ട്. കൃത്യമായ നിരീക്ഷണമാണ്. അതായത് ഒരു ആൾക്കൂട്ടം ഉണ്ടായാൽ ആ ആൾക്കൂട്ടത്തെ പെട്ടെന്ന് വിഭജിക്കാൻ, അവിടെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ, ഒരു പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ കഴിയുമെന്നുള്ള പ്രവർത്തനമാണ് NDRF ഏറ്റെടുക്കുന്നത്. പോലീസ് ഇന്ന് രാവിലെ മുതൽ പമ്പയിൽ നിന്ന് ആളുകളെ കയറ്റിവിട്ടുകൊണ്ടിരുന്നത് വടം കെട്ടി തിരിച്ച് 7 സെഗ്മെന്റുകളാക്കി തിരിച്ചുകൊണ്ടാണ് തീർത്ഥാടകരെ കയറ്റിവിട്ടുകൊണ്ടിരുന്നത്. ഒരു തീർത്ഥാടകൻ പോലും വെർച്വൽ ക്യൂ വഴിയല്ലാതെ ഒരാളെ പോലും വിടില്ല എന്ന കർശന നിർദ്ദേശം പാലിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് മുമ്പോട്ട് കൊണ്ടുവന്നത്. 12 മണിയായപ്പോൾ ഇവിടെ എല്ലാവരും ബ്ലോക്ക് ചെയ്തു, എല്ലാ സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്തു. ഒരാളെ പോലും സന്നിധാനത്തേക്ക് കടത്തിവിടാത്ത സ്ഥിതി സംജാതമാക്കി. അങ്ങനെയെങ്കിൽ മാത്രമേ ഇന്നത്തെ മകരവിളക്ക് ദിവസം കൃത്യമായി കാര്യങ്ങൾ മുൻപോട്ട് പോകൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തിരക്ക് സന്നിധാനത്ത് മാത്രമല്ല ഈ പരിസര പ്രദേശങ്ങളിൽ ആകമാനം ഉണ്ടാകുന്ന വലിയ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പോലീസിന് കഴിയൂ. അതുകൊണ്ടാണ് പോലീസ് അത്തരമൊരു പ്രവർത്തനം ഏറ്റെടുത്തത്. അതുപോലെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പമ്പയിൽ മാത്രം 20ഓളം ആംബുലൻസുകൾ ക്രമീകരിച്ചു. പമ്പയുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ KSRTC അല്ലെങ്കിൽ ഹിൽടോപ്പിന്റെ ഡൗൺ ഭാഗത്ത് വരുന്ന ഭാഗങ്ങൾ അങ്ങനെ 6ഓളം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആംബുലൻസുകൾ പ്രത്യേകം സജ്ജമാക്കി ആംബുലൻസുകൾ ക്രമീകരിച്ചുകൊണ്ട് ഒരു തരത്തിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധികളെ അതിവേഗം മറികടക്കാൻ കഴിയും വിധമുള്ള സംവിധാനങ്ങളാണ് ആരോഗ്യവകുപ്പ് ഒരുക്കിയത്. അങ്ങനെ എല്ലാ വകുപ്പുകളും ഏകോപനത്തോടുകൂടി പ്രവർത്തിച്ചതുകൊണ്ട് ഈ സമയം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ തീർത്ഥാടന കാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു 4-5 ദിവസം കൂടി മാത്രമാണ് ശബരിമല നട തുറക്കുക. 20 കൂടി നടയടയ്ക്കും. എന്തായാലും കഴിഞ്ഞ 1 വർഷക്കാലമായി തീർത്ഥാടകർ കാത്തിരുന്നത് മകരവിളക്ക് ദിവസം അയ്യനെ കണ്ട് തൊഴാനും സർവാഭരണ വിഭൂഷിതനായിരിക്കുന്ന അയ്യനെ കണ്ട് തൊഴാനും അതോടൊപ്പം തന്നെ മകര സംക്രമ പൂജയിൽ പങ്കെടുക്കുക, മകരവിളക്ക് കാണുക, മകരജ്യോതി കാണുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതെല്ലാം കഴിഞ്ഞിരിക്കുന്നതിൽ തീർത്ഥാടകർ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. ആ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസും മറ്റ് സംവിധാനങ്ങളും കാര്യക്ഷമമായി ഇടപെടുന്നു എന്നുള്ളതാണ് പമ്പയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നന്ദി ഷാനോസ്. സന്നിധാനത്തെത്തിയാൽ പിന്നെ എല്ലാം സ്വാമിമയമാണ്. എത്ര ഉന്നതരായാലും തത്വമസി പൊരുൾ ഉൾക്കൊണ്ടാണ് സന്നിധാനത്തെ കൃത്യനിർവഹണം. അത്തരമൊരു കാഴ്ച ഞങ്ങളുടെ ക്യാമറമാൻ KP ധനേഷ് ക്യാമറയിൽ പകർത്തിയപ്പോൾ. അയ്യപ്പ എൻ മനസ്സിൽ ആരതിയായി തെളിയൂ.
പ്രഭയിൽ അലിയാനാഗ്രഹമായി അന്നത്തിനൊരു ദിനവും അനപകമാകാതെ അശരണഗാത്രങ്ങളിൽ അനശ്വര സാക്ഷ്യങ്ങളാ അന്നദാനീശ്വരൻ നീ കഠിന വ്രതവുമായി പടിയേറാൻ ഇരുമുടിയും ശിരസിലായി നടത്തേടി ഇടവും ബലവും എന്നുടലായി മുത്തുക്കുടകൻ തണലുമായി നടുവിൽ നീ അയ്യപ്പ എൻ മനസ്സിൽ ആരതിയായി തെളിയൂ. വാർത്തകളിലേക്ക്. വയനാടിനെ ഭീതിയിലാഴ്ത്തിയ കടുവയെ ഒടുവിൽ മയക്കുവെടി വെച്ച് പിടികൂടി. കുപ്പാടിത്തറ നടമേൽ വയലിൽ വെച്ചാണ് കടുവയെ പിടികൂടിയത്. അതേസമയം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പള്ളിപ്പുറത്ത് തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ പുതുശ്ശേരിയിൽ നടന്നു. കുപ്പാടിത്തറ നടമേൽ ഭാഗത്തെ വാഴത്തോട്ടത്തിൽ രാവിലെ 7 മണിയോടെയാണ് നാട്ടുകാർ കടുവയെ കണ്ടത്. പിന്നാലെ വനപാലകരും പോലീസും RRT സംഘവും എത്തി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ കടുവയെ മയക്കുവെടിവെച്ചു. വെടിയേറ്റ് മയങ്ങി വീണ കടുവയെ ബത്തേരി മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി. കർഷകനെ ആക്രമിച്ച കടുവയാണ് പിടിയിലായതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. പക്മാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് പക്മാർക്ക് അവിടെ നിന്ന് കിട്ടിയ അതേ സൈസിലുള്ള പക്മാർക്കാണ് ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡിസ്റ്റൻസും ഏരിയൽ ഡിസ്റ്റൻസ് വളരെ കുറവാണ്. 2 ചെരുവുകളായിട്ടാണ് 2 സ്ഥലവും വരുന്നത്. അത് തന്നെയാണെന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പള്ളിപ്പുറത്ത് തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ പുതുശ്ശേരി സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. 3 ദിവസത്തെ ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ വനംവകുപ്പ് ഭീതി പരത്തിയ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടിയിരിക്കുന്നു. എന്നാൽ കാടും നാടും വേർതിരിക്കാത്ത ഈ കാലത്ത് വീണ്ടും പുതിയ വെല്ലുവിളികൾ വനംവകുപ്പിനെ തേടിവരുമെന്ന് തീർച്ചയാണ്. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് 18. ധോണിയിൽ കാട്ടാനക്കൂട്ടം. ധോണി വരക്കുളത്താണ് 2 കുട്ടിയാനകൾ ഉൾപ്പെടെ 5 ആനകൾ ഇറങ്ങിയത്. ആനക്കൂട്ടത്തെ കാട് കയറ്റി. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, തിരിച്ച് കാട്ടിലേക്ക് തന്നെ കയറ്റി വിട്ടോ ആനകളെ? സ്ഥലത്തെ നിലവിലെ സാഹചര്യം എന്താണ്? ധന്യ 6 മണിയോടുകൂടിയാണ് ധോണിയിൽ നേരത്തെ PT7 കണ്ട മലയുടെ നേരെ എതിർവശത്തുള്ള മറ്റൊരു മലയിലാണ് കാട്ടാനക്കൂട്ടത്തെ കണ്ടത്. ധോണി വരക്കുളം ഈ ഭാഗത്താണ് സാധാരണ കാട്ടാനക്കൂട്ടം വലിയ തോതിൽ ഇറങ്ങിയിരുന്നത്. അവിടെ വൈകിട്ട് 6 മണിയോടുകൂടി 2 കുട്ടിയാന ഉൾപ്പെടെ 5 കാട്ടാനകളാണ് ആ പ്രദേശത്ത് ഇറങ്ങിയിരുന്നത്. പിന്നീട് നാട്ടുകാരും വനം വകുപ്പും ചേർന്ന് ആനയെ കാട് കയറ്റി എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. PT7 കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ രാത്രിയും അതോടൊപ്പം പുലർച്ചെയും PT7 ഈ മേഖലകളിൽ ഇറങ്ങിയിരുന്നു. ആളുകളെ സംബന്ധിച്ച് ഈ എത്രയും വേഗം ആനയെ പിടിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. PT7 പുറമെ മറ്റ് കാട്ടാനകൾ കൂടി ഈ ധോണി മേഖലയിൽ ഇറങ്ങുന്നത് വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നന്ദി പ്രസാദ്. വയനാട്ടിൽ കടുവ, പാലക്കാട് ആന. PT7 ഇപ്പോഴും പാലക്കാട് ധോണിക്കാരുടെ ഉറക്കം കെടുത്തുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് പുലർച്ചെയുമെല്ലാം PT7 കാടിറങ്ങിയെത്തി. ആ വാർത്തകളിലേക്ക് വരാം. അതിനു മുമ്പ് ഉറക്കം നഷ്ടപ്പെട്ട ധോണിക്കാരുടെ രാത്രി ജീവിതം പ്രസാദ് ഉടുമ്പശ്ശേരിയും പ്രജിത് കോങ്ങോടും പകർത്തിയിട്ടുണ്ട്. ആനയുടെ വരവ് ഏതു സമയത്തും ഉണ്ടാകാമെന്ന ഭീതിക്കിടയിൽ അവർ ഉറങ്ങാതെ കഴിച്ചുകൂട്ടുന്ന ഓരോ രാത്രിയും ഇങ്ങനെയാണ്. വിളവെടുപ്പ് കഴിയും വരെ കൃഷിയിടങ്ങൾക്ക് കാവൽ നിൽക്കുകയാണവർ. കഴിഞ്ഞ കുറേ മാസങ്ങളായി ധോണി മേഖല കാട്ടാന ഭീതിയിലാണ്. ആദ്യം PT7 മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ PT7നൊപ്പം മറ്റ് 2 കൊമ്പന്മാർ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തെ ഭീതിയിലാക്കിയിട്ടുള്ളത്. പല ആളുകളും ഉറക്കം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. കൃഷിക്ക് കാവൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ
വനം വകുപ്പിന്റെ പെട്രോളിംഗ്. ഈ പ്രദേശം അത്രമേൽ ഭീതിയിൽ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്ന രാത്രിയിൽ എന്താണ് ധോണിയിൽ കാണുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ആനക്ക് ജോണാട്ടാ, ആനക്ക് അടിക്കാട്ടാ, ജോണ്ടാ പോണ്ടേ, ജോണ്ട അടിക്കടിക്ക്. ഓടിയോ നമ്മളിപ്പോൾ കാണുന്നത് RRTയുടെ പരിശോധനയാണ്. ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ നേരത്തെ വരികയും പിന്നീട് അതിനെ കാട്ടിലേക്ക് തുരത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ രാത്രി പെട്രോളിംഗ് ഉണ്ട്. ഇവിടെ വിവിധ സംഘങ്ങളിലായി പല സ്ഥലങ്ങളിലായിട്ടുള്ള പെട്രോളിംഗ് നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ഈ നേരം പുലരോളം തന്നെ വലിയൊരു സംഘം, RRTയുടെ വനപാലക സംഘം ഇത്തരത്തിൽ പരിശോധന നടത്തുകയും പെട്രോളിംഗ് നടത്തുകയും ചെയ്യുന്നു. ഇവിടെയായിരുന്നു ഈ വെളിച്ചക്കാണ്, ആ തെങ്ങ് കാണാണ് അതിന്റെ തൊട്ട് താഴത്തായിട്ട് അവിടെ നെല്ലുണ്ട്. എത്ര ഉണ്ടായിരുന്നു? 3 എണ്ണം. 3 ആന. കുറെ നേരം നിന്നിട്ട്? ഒരുപാട് നേരം നിന്നു. പിന്നെ ഫോറസ്റ്റുകാർ വന്നു. അവിടുന്ന് 2 പേര് ആ വീട്ടിലുള്ളവരും വേറെ ആരും കൂടി കൂക്കുണ്ടായിരുന്നു. ഈ ആന PT7 കുറച്ച് ഉപദ്രവകാരിയാണ്. അപ്പോൾ അതിനെ പിടിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു ആനകളും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതുകളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കി തരുന്നതായിരിക്കും ഇവിടെ ജീവിക്കാൻ. ഈ ആനയെ പേടിച്ചിട്ട് മാത്രം എത്ര ആനയെ പേടിച്ചിട്ട് കുറച്ച്? ഇതിപ്പോ 1 വർഷം ആകുന്നു. 1 വർഷമായിട്ടുണ്ട്. ഇതായിരിക്കും ആന വരികയാണെങ്കിൽ ആന അവിടെ ഇങ്ങനെ വരില്ല. ഈ ലൈറ്റിലേക്ക് വരില്ല. സാധാരണ ലൈറ്റ് ആണെങ്കിൽ ആന നേരെ ആൾക്കാരിന് ആട്ടുണ്ട്. എന്തെങ്കിലും ആശുപത്രി കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബുദ്ധിമുട്ട് തന്നെയാണല്ലോ, എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. നേരത്തെ ഒന്നും പേടിയില്ലാതെ നമുക്ക് ഇറങ്ങാം, ഇപ്പോൾ ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് പുറകിൽ കാണുന്നത് ആളുകൾ തീയിട്ട് നിൽക്കുന്നത് കാട്ടാന വരാതിരിക്കാനുള്ള കാവൽ നിൽക്കുകയാണ്. അതിന്റെ തൊട്ടുപുറകിൽ നെല്ല് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ പ്രദേശങ്ങളിലാണ് കാട്ടാന ഇറങ്ങിയത്. നമുക്ക് ആ കാവൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോകാം. ഇത്രയും ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. എന്റെ പേരെന്താ? എൻ്റെ പേര് സജീവ്. ഇത് നമ്മൾ രാത്രി എത്ര സമയം വരെ എപ്പോഴാണ് തുടങ്ങുക? ഇത് നമ്മൾ ഒരു 6-6:30 ആകുമ്പോഴേക്കും തന്നെ സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വന്ന് കാവലുള്ള ഇത് തുടങ്ങും. 6 മണി 6:30 ആകുമ്പോഴേക്കും തന്നെ പാടത്ത് ആന ഇറങ്ങിയിരിക്കും. അത് ഇപ്പോൾ ഏകദേശം ഒരു ഗ്യാരണ്ടിയാണ്. 6-6:30 ആകുമ്പോഴേക്കും പാടത്ത് ആന ഇറങ്ങി. ഇപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യം ആനനെ പാടത്ത് നാട്ടി ഓട്ടിയ ശേഷമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ 3 ആനയുണ്ട്. അത് ഇതേപോലെ തന്നെ ഇപ്പോൾ 3 ആന 3 വഴിക്ക് സ്പ്ലിഡ് ആയിട്ടുണ്ട്. അതിന് 3 വശങ്ങളിൽ കൂടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ കറങ്ങും. ഇതന്നെയാണ് ഇപ്പോൾ. രാത്രി കാവല് നിന്നില്ല എന്ന് പറഞ്ഞാൽ ഈ മൊത്തം കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം വരും അല്ലേ? ഉറപ്പായും രാത്രി കാവല് നിന്നില്ലെങ്കിൽ കൃഷി സകലതും നശിക്കും. 3 ആനയൊക്കെ നേരം വെളുക്കുന്നവരെ മേഞ്ഞാൽ പിന്നെ ധോണി ഭാഗത്ത് ഒറ്റ നെൽമണി പോലും ഉണ്ടാവില്ല. എല്ലാം പടച്ചവരെ വൃത്തിയാക്കി തരും. ഇപ്പം ഈ ധോണിയിൽ ഏറെക്കുറെ ഇതിപ്പോൾ നമ്മളൊരു സ്ഥലത്തേ വന്നിട്ടുള്ളൂ. ഈ ഏറെക്കുറെ എല്ലാ സ്ഥലത്തും ഈ കൃഷി സ്ഥലങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ തന്നെയാണോ അവസ്ഥ? തീർച്ചയായും. ആദ്യം തന്നെ നമ്മൾ ഇതിനു മുമ്പ് ധോണിയുടെ കിഴക്ക് ഭാഗത്ത് മേലെ ധോണി പാടശേഖരത്തിലാണ് ആദ്യം ഇത്തരത്തിലൊരു ദൃശ്യം നമ്മൾ അന്ന് ചിത്രീകരിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് പിന്നീട് സമാനമായിട്ട് ആന ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ധോണിയുടെ ഇരുവശങ്ങളിലുള്ള മുഴുവൻ നെൽപ്പാടശേഖരങ്ങളിലും സമാനമായ സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇവർ ഞങ്ങളടക്കമുള്ള ആളുകൾ ആരാണെങ്കിലും കണ്ണൊന്ന് ചിമ്മാൻ ഒരു 4:30-5 മണിയോടുകൂടി ഒന്ന് കണ്ണ് ചിമ്മിപ്പോയാൽ 6 മണിക്കാണ് ആന ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആന നമ്മുടെ കാവലിനെ എല്ലാം മറികടന്നിട്ട് വരുന്നു. അല്ലെങ്കിൽ ആനയെ ഒരു ഭാഗത്തുനിന്ന് വനം വകുപ്പ് ഓടിച്ചു വിടുമ്പോൾ അത് കിഴക്ക് ഭാഗത്തുനിന്ന് പടിഞ്ഞാറേക്ക് വരുന്നു, വേറൊരു ഭാഗത്തേക്ക് വരും. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് വളരെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 7 ആന അടങ്ങുന്ന ഒരു കൂട്ടം. ഇപ്പോൾ നേരത്തെ ഇവർ പറഞ്ഞ പോലെ 3 ആന വന്നു. 3 ആന ഇപ്പോൾ 3 ഭാഗത്തിൽ കൂടെയാണ് പോയിക്കുന്നത്. ഇപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ നേരത്തെ ധോണി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തിൽ കൂടെ ആന ഒരെണ്ണത്തെ കണ്ടു. പിന്നീട് ഇപ്പോൾ ഇതിലെയാണ് ഇന്നലെ വന്നിട്ട് അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ 6 മണിക്ക് വന്നിട്ട് നശിപ്പിച്ചിരിക്കുന്നത്. എത്ര പേര് എത്ര ഭാഗം കവർ ചെയ്യാൻ കഴിയും? അപ്പോൾ ആന വനത്തിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളത് അത് വനം വകുപ്പിനെയോ അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ബാധ്യതപ്പെടണം.
അല്ലാതെ ഈ പൊതുമുതൽ ഈ രാജ്യം കൃഷിയെയും അതിൻ്റെ ഇതിനെയും അഭിവൃദ്ധിപ്പെടുത്തിയിട്ട് തന്നെയല്ലേ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കൃഷി ചെയ്യുന്നവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള അരി പോലും ഇതിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ ഇവരെന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ധോണിയിൽ ശാന്ത ചേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ മിക്കവാറും എല്ലാ ദിവസങ്ങളും ഈ പരിസരങ്ങളിൽ ആന വരുന്നുണ്ട് എന്നുള്ളതാണ് ചേച്ചി പറയുന്നത്. ചേച്ചി ഇവിടുത്തെ നിങ്ങളുടെ അനുഭവം എന്താണ്? ഇവിടെ എപ്പോഴും ആന വരുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല പേടിയും ഇതൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഇരിക്കുന്നതൊക്കെ കുറച്ച് കാലങ്ങളായി. പേടിയും ഇതൊക്കെ നല്ലോണം ഉണ്ട്. ഇന്നിപ്പോൾ രാവിലെ 6:30-ക്കാണ് 3 ആനകൾ കൊടുത്തത്. ഞാൻ പാലും കൊണ്ട് പോകുമ്പോൾ മുന്നിലൊക്കെ പെടുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം അങ്ങനെ അനുഭവം വരുന്നു. പേടിയൊക്കെ ഉണ്ട്. നമുക്ക് പിന്നെ വേറെ ആരുമില്ല. ഇപ്പോൾ ആൺകുട്ടികൾ 2 മക്കളും കുട്ടികളും ഇവരൊക്കെ തന്നെ ഉള്ളൂ. അതിനൊക്കെ അതിൻ്റെ പേടിയൊക്കെ ഉണ്ട്. പേടിച്ച് പേടിച്ച് ഒരു നാട് മുഴുവൻ ഉറങ്ങാതെ കഴിയുകയാണ്. ജീവനും സ്വത്തിനും കാവൽ നിൽക്കുകയാണ്. ആനയെ പിടിക്കുക എന്നത് മാത്രമാണ് പോംവഴി. എത്രയും വേഗം ആ നടപടിയിലേക്ക് കടക്കണം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. അതിരപ്പിള്ളിയിൽ തുമ്പിക്കൈ അറ്റ നിലയിൽ കാണപ്പെട്ട കുട്ടിയാനയെ കണ്ടെത്തി രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കുട്ടിയാനയെ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കണ്ടെത്തിയാൽ തന്നെ രക്ഷിക്കാനാകുമോ, കുട്ടിയാനയ്ക്ക് അതിജീവിക്കാനാകുമോ എന്നുള്ള സംശയങ്ങളെല്ലാം ഇപ്പോഴും ബാക്കിയാണ്. വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ആനയെ രക്ഷിക്കാനുള്ള മാർഗങ്ങളും ആരാഞ്ഞ് സേവ് ബേബി എലിഫന്റ് ക്യാമ്പയിന് ന്യൂസ് 18 തുടക്കമിട്ടു. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് അതിരപ്പിള്ളി വനമേഖലയോട് ചേർന്ന ഏഴാറ്റുമുഖത്ത് തുമ്പിക്കൈ മുറിഞ്ഞുപോയ നിലയിൽ കുട്ടിയാന കാണപ്പെട്ടത്. 5 ആനകളുള്ള കൂട്ടത്തിലായിരുന്നു കുട്ടിയാന. കുടുക്കിൽപ്പെട്ട് മുറിഞ്ഞതാണോ ആക്രമണത്തിനിരയായതാണോ എന്ന് വ്യക്തമല്ല. കുട്ടിയാനയുടെ ദൃശ്യം പുറത്തുവന്നതോടെ കണ്ടെത്തി രക്ഷിക്കണമെന്ന ആവശ്യമുയർന്നു. തുടർന്നാണ് കുട്ടിയാനയെ ഉടൻ കണ്ടെത്താൻ വനമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയത്. വാഴച്ചാൽ റേഞ്ചിൽ കണ്ടെത്തിയ ഒരാനക്ക് അവരുടെ തുമ്പിക്കൈയിൽ എത്രയോ വർഷമായ ഒരു റിങ്ങുണ്ട്. അത് കണ്ടുപിടിച്ച് ആ റിങ് നീക്കം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഇതിനകം തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. കുട്ടിയാനയെ കണ്ടെത്തി രക്ഷിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് ന്യൂസ് 18 കേരളം ക്യാമ്പയിൻ ആരംഭിച്ചു. സേവ് ബേബി എലിഫന്റ് ക്യാമ്പയിനിൽ പ്രശസ്ത വന്യജീവി ശാസ്ത്രജ്ഞനായ ഡോക്ടർ PS ഈസ ഇത്തരത്തിലുള്ള കുട്ടിയാനകളുടെ അതിജീവനത്തിൽ ആശങ്കകളുണ്ടെന്ന് വ്യക്തമാക്കി. തുമ്പിക്കൈ ഇല്ലാതെ ആനയ്ക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, നടക്കില്ല. കാരണം തുമ്പിക്കൈ വളരെ വെഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. വെള്ളം കുടിക്കാനാണെങ്കിലും ഭക്ഷണം പിക്ക് ചെയ്ത് കഴിക്കാനാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് ആനകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും ഒക്കെ തുമ്പിക്കൈ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏഴാറ്റുമുഖത്തെ പ്രദേശവാസിയായ സജിൽ ഷാജുവാണ് തുമ്പിക്കൈ അറ്റുപോയ നിലയിൽ കുട്ടിയാനയെ കണ്ടത്. തുടർന്ന് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ജിലേഷ് ചന്ദ്രനെത്തി ചിത്രങ്ങൾ എടുക്കുകയായിരുന്നു. ന്യൂസ് 18 തൃശൂർ. ആലപ്പുഴ CPM-ൽ വീണ്ടും അച്ചടക്ക നടപടി. യുവതികളുടെ നഗ്ന വീഡിയോ ഫോണിൽ സൂക്ഷിച്ച ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കി. ആലപ്പുഴ സൗത്ത് അംഗം AP സോണയെയാണ് പുറത്താക്കിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റാണ് നടപടിയെടുക്കാൻ തീരുമാനിച്ചത്. പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രവൃത്തിയാണ് ഉണ്ടായതെന്ന് പാർട്ടി വിലയിരുത്തി. ലഹരിക്കടത്ത് കേസിൽ CPM കൌൺസിലർ ഷാനവാസിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP NB സാബുവിനാണ് അന്വേഷണ ചുമതല. പാർട്ടി സൗത്ത് ഏരിയ കമ്മിറ്റി അംഗമെന്ന നിലയിൽ തന്നെയാണ് പരാതിക്കാരൻ മുഖ്യമന്ത്രിയെ സമീപിച്ചത്. ലഹരിക്കടത്ത് കേസിൽ ജില്ലയിലെ CPM നേതാക്കൾ ഷാനവാസിന് സംരക്ഷണം നൽകുന്നുവെന്ന ആരോപണം ഉയരുമ്പോഴാണ് അന്വേഷണവും മുറുകുന്നത്. CPM ആലപ്പുഴ സൗത്ത് കമ്മിറ്റിയിലെ അംഗം മുഖ്യമന്ത്രിയുടെ സെല്ലിലേക്ക് നൽകിയ പരാതി ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയായിരുന്നു. ഷാനവാസിന്റെ ആസ്തികൾ, സാമ്പത്തിക ഇടപാടുകൾ, ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നിവ പരിശോധിക്കണമെന്നാണ് ആവശ്യം. ലഹരി ഇടപാട് വിവരങ്ങളും പരാതിയിലുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP NB സാബുവിനാണ് അന്വേഷണ ചുമതല. കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള അന്വേഷണ സംഘം ഷാനവാസിന്റെ ഫോൺ രേഖകളടക്കം പരിശോധിക്കുന്നുണ്ട്. CPM പ്രാദേശിക നേതാക്കളെ കൂടാതെ DCC പ്രസിഡന്റ് ബാബു പ്രസാദ്,
യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി, നിരവധി വ്യക്തികൾ എന്നിവരും നേരിട്ടും ഇമെയിൽ മുഖാന്തരവും SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി ശശി തരൂർ. മുഖ്യമന്ത്രിയുടെ കോട്ട് തയ്യാറാക്കി വെച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്കായിട്ട് ഒരു കോട്ടുണ്ടോ എന്ന് അത് പറഞ്ഞവരോട് ചോദിക്കണം. നാട്ടുകാർ കാണാൻ ആഗ്രഹിക്കുന്ന പരിപാടികളിൽ താൻ പങ്കെടുക്കുന്നുവെന്നും ശശി തരൂർ. തറവാടി നായർ പരാമർശത്തോടെ ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവി തീർന്നെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഡൽഹി നായരായിരുന്ന ആൾ പെട്ടെന്ന് കേരള നായരും വിശ്വപൌരനുമായി. ഈ പറഞ്ഞ വിഭാഗം മാത്രം വോട്ട് ചെയ്താൽ തരൂർ ജയിക്കുമോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. സ്പോർട്സ്. ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പര അവസാന മത്സരം നാളെ. മത്സരത്തിന് മുന്നോടിയായി ഇരു ടീമുകളും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തി. പിച്ചിലെ സാഹചര്യം പ്രവചനാതീതമാണെന്ന് പരിശീലകൻ വിക്രം റാത്തോഡ് പറഞ്ഞു. 38,000 ടിക്കറ്റുകളിൽ പകുതിയിലധികവും വിറ്റുപോയിട്ടില്ല. ഉച്ചയ്ക്ക് 12:30 ഗ്രൗണ്ടിലെത്തിയ ശ്രീലങ്കൻ ടീം 4 മണിവരെ പരിശീലനം നടത്തി. ബൌളിംഗ് പരിശീലനത്തിനാണ് ലങ്ക കൂടുതൽ സമയം ചിലവഴിച്ചത്. കളിയിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ടെങ്കിലും കാര്യവട്ടത്ത് ജയിക്കാനാകുമെന്ന് ശ്രീലങ്കൻ കോച്ച് പ്രത്യാശ പ്രകടിപ്പിച്ചു. It's a different type of skill set, but equally we have some very good spinners who will benefit from this experience. When they come back for the World Cup, they will know what lengths to bowl, know what lengths they have to, or what lines they have to hold. സമ്പൂർണ്ണ ജയമാണ് ലക്ഷ്യം. ഇനിയും ചില മേഖലകളിൽ മെച്ചപ്പെടാനുണ്ടെന്ന് ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകൻ വിക്രം റാത്തോഡ് പറഞ്ഞു. Clarity, I think 20 games are more than enough, to work on those certain areas. We've always been a good 50 over format team, so just some areas to fine tune, and I think 20 games are enough to do that. ടിക്കറ്റ് വിൽപ്പന തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടിട്ടും മന്ദഗതിയിലാണ്. 10,000 ടിക്കറ്റ് മാത്രമേ വിറ്റുപോയിട്ടുള്ളൂ എന്നാണ് സൂചന. വരും മണിക്കൂറിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റഴിയുമെന്ന പ്രതീക്ഷയിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. തലസ്ഥാനത്തെത്തിയ ചില ഇന്ത്യൻ താരങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സന്ദർശനവും നടത്തി. ബാറ്റിംഗിന് അനുകൂലമായ ഒരു പിച്ചാണ് കാര്യവട്ടത്തൊരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഹൈ സ്കോറിംഗ് ഗെയിം കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ നിന്നും ക്യാമറമാൻ ഹരിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18. സംസ്ഥാനത്ത് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആയുധ നിർമ്മാണം നടക്കുന്നുവെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവുമായി സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ. ലാബ് പ്രവർത്തനങ്ങളിൽ കൃത്യമായ നിരീക്ഷണം വേണമെന്ന് സ്ഥാപന മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. തലസ്ഥാനത്തെ ധനുവച്ചപുരം ITIയുമായി ബന്ധപ്പെട്ടുയർന്ന പരാതിക്ക് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന്റെ കണ്ടെത്തൽ. സ്വകാര്യ കൽപ്പിത സർവകലാശാലകൾ അനുവദിക്കുന്നതിന് മുൻപ് CPM കേരളത്തോട് മാപ്പ് പറയണമെന്ന് VD സതീശൻ. UDF സർക്കാരിന്റെ കാലത്ത് ADB ഉദ്യോഗസ്ഥരുടെ മേൽ കരിയോയിൽ ഒഴിക്കുകയും SFIക്കാരെ വിട്ട് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാനായിരുന്ന TP ശ്രീനിവാസന്റെ കരണത്തടിക്കുകയുമാണ് CPM ചെയ്തത്. പഴയ തെറ്റ് തിരുത്തുമ്പോൾ പഴയകാല ചെയ്തികൾക്ക് കൂടി മാപ്പ് പറയണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെ പരിഹസിച്ച് PK കുഞ്ഞാലിക്കുട്ടി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ നിക്ഷേപം വൈകി ഉദിച്ച ബുദ്ധിയാണ്. ലോക നിലവാരത്തിലുള്ള യൂണിവേഴ്സിറ്റികളുമായി സഹകരിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം പരിഷ്കരിക്കണമെന്ന് നമ്മൾ പറഞ്ഞപ്പോൾ എതിർത്തവർക്ക് ഇപ്പോൾ ബുദ്ധി ഉദിച്ചിരിക്കുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി. കൊച്ചി പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി എഴുതി വാങ്ങുന്നതിനിടെ SI പരുഷമായി പെരുമാറിയെന്ന് പോലീസുകാരിയുടെ പരാതി. തുടർന്ന് പോലീസുകാരി സ്റ്റേഷനുള്ളിലെ വിശ്രമമുറിയിൽ കയറി കതകടച്ചിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും തുറക്കാത്തതിനെ തുടർന്ന് SI ഉൾപ്പെടെയുള്ളവർ ചേർന്ന് മുറി ചവിട്ടി തുറന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് SI ജിൻസൺ ഡൊമിനിക്കിനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം ആരംഭിച്ചു. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. അധ്യാപകരെ അഭിസംബോധന ചെയ്യുന്ന വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ സർക്കാരിന് അറിയിപ്പ് നൽകിയിട്ടില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. സർ, മാഡം വിളി വേണ്ടെന്ന തീരുമാനമില്ലെന്ന് കമ്മീഷൻ ചെയർമാൻ തന്നെ പറഞ്ഞു. തീരുമാനം കൂടുതൽ കരുതലോടെ ചെയ്യേണ്ടതാണെന്നും V ശിവൻകുട്ടി. സ്കൂളുകളിൽ സർ, മാഡം വിളി ഒഴിവാക്കിയത് അപകടം പിടിച്ച പണിയെന്ന് KM ഷാജി. ജെൻഡർ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെന്നും കുട്ടികളുടെ മനസ്സിനകത്തേക്ക് വിഷം നിറയ്ക്കുകയാണെന്നും KM ഷാജി. കോൺഗ്രസ് MP സന്തോഷ് സിംഗ് ചൌധരി ഭാരത് ജോഡോ യാത്രയ്ക്കിടെ കുഴഞ്ഞു വീണു മരിച്ചു. ജലന്ധർ MPയാണ്. രാഹുൽ ഗാന്ധിക്കും മറ്റ് നേതാക്കൾക്കുമൊപ്പം നടക്കുന്നതിനിടെ പില്ലോറിൽ വെച്ചാണ് സന്തോഷ് സിംഗ് കുഴഞ്ഞു വീണത്. UK ഭർത്താവ് കൊലപ്പെടുത്തിയ മലയാളി നഴ്സ് അഞ്ജുവിനെയും
കുട്ടികളുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചു. ഡിസംബർ 14-നാണ് അഞ്ജുവും മക്കളായ 6 വയസ്സുകാരൻ ജീവയും 4 വയസ്സുകാരി ജാൻവിയും കൊല്ലപ്പെട്ടത്. ഭർത്താവ് കണ്ണൂർ സ്വദേശി സാജുവിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം മംഗലപുരത്ത് പോലീസിനെ ആക്രമിച്ച ഗുണ്ടാസംഘം 1 മാസം മുൻപ് മറ്റൊരാളെയും തട്ടിക്കൊണ്ടുപോയതായി കണ്ടെത്തി. അഞ്ചുതെങ്ങ് സ്വദേശി അജിത്തിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നു. വയനാട് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ ലഹരി മരുന്ന് പിടികൂടി. 118.80 ഗ്രാം MDMA ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളുമായി ബംഗളൂരു കോഴിക്കോട് KSRTC ബസ്സിലെ യാത്രക്കാരൻ KP മിറാഷ് മാലിക്കാണ് പിടിയിലായത്.